ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടിയതോടെ കുടുംബ ബജറ്റ് താളം തെറ്റുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഇഷ്ടകേന്ദ്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കണമെങ്കിൽ GST ഉൾപ്പെടെയുള്ള വൻ ബില്ലുകളാണ് ഇവരെ കാത്തിരിക്കുന്നത്. കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനവിനെതിരെ സമരം നടത്തിയ നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KSU കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്ക്. ബഹുസ്വരത സംരക്ഷിച്ചെങ്കിൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂവെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കര്യൻ. മാംസവ്യാപാര സംരക്ഷണ സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട്ട്. GSTയിൽ വലഞ്ഞ ജനങ്ങൾ. ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് നൽകേണ്ടത് ഇരട്ടി വില. മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് അർഹത നേടി മലയാള സർവകലാശാല. ഓഗസ്റ്റ് 26-ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ അവാർഡ് സമർപ്പണം. വാർത്തകൾ വിശദമായി. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനവിനെതിരെ കഴിഞ്ഞ ദിവസം KSU നടത്തിയ മാർച്ചിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പോലീസ് കണ്ണീർ വാതക ഷെല്ലുകളും ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് പരിക്കേറ്റു. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനവിനെതിരെ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേൽക്കുകയും പിന്നീട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് KSU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതക ഷെല്ലുകളും ജലപീരങ്കിയും പ്രയോഗിച്ചു. സംഘർഷത്തിൽ KSU പ്രവർത്തകരായ വിഷ്ണു മോഹൻ, റെനീഫ് എന്നിവർക്ക് പരിക്കേറ്റു. 2 പേരെയും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി റംഷാദ് K ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെയും മനുഷ്യത്വരഹിതമായ പോലീസ് നടപടിക്കെതിരെയും ഞങ്ങൾ ആഞ്ഞടിക്കുമെന്നും ഇത് വെറും സൂചനാ സമരമാണെന്നും റംഷാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മെഡിക്കൽ PG ഫീസ് രംഗത്ത് വൻ വർധനയുണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കേരളത്തിൽ പൊതുവിദ്യാർത്ഥി സമൂഹത്തെ, മെഡിക്കൽ വിദ്യാർത്ഥികളെയും പൊതു വിദ്യാർത്ഥി സമൂഹത്തെയും വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ KSU പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇന്നലെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് KSU പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചിനെ അതിക്രൂരമായി കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തല്ലി തകർക്കുവാനുള്ള പിണറായി വിജയന്റെ നീക്കത്തിനെതിരെയുള്ള ശബ്ദമാണ് KSU പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് നിഹാൽ നേതൃത്വം നൽകി. സംസ്ഥാന സെക്രട്ടറി ലയണൽ മാത്യു, ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ്, സുധിൻ സുരേഷ്, മുഹമ്മദ് ഇഷാൻ, VP ദുൽക്കിഫർ, മനു അർജുൻ, അഭിജിത്ത്, രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു.
മാംസവ്യാപാരം തകർക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ബഹുസ്വരത സംരക്ഷിച്ചെങ്കിൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നടന്ന മാംസവ്യാപാര സംരക്ഷണ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മാംസവ്യാപാര മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരത്തിൽ നടന്ന കൺവെൻഷനിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി, CITU, മീറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും പങ്കാളികളായി. മാംസവ്യാപാര സംരക്ഷണ സംസ്ഥാന കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വിജ്ഞാപനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹുസ്വരത സംരക്ഷിച്ചെങ്കിൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. രാജ്യത്തിന്റെ ഐക്യത്തിനെ നിയന്ത്രിക്കുന്നത് ദേശീയ സംസ്കാരവും ദേശീയ ബോധവുമാണ്. മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നത് ശരിയല്ല. ഇതുപോലെ ആഹാരം കഴിക്കുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണെന്നും ഈ സ്വാതന്ത്ര്യം അടിച്ചേൽപ്പിക്കാനുള്ളതല്ലെന്നും എളമരം കരീം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോൾ വഴികാട്ടിയായി നിൽക്കുന്നത് RSS തീരുമാനിക്കുന്നു, നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ RSS ആണ് തീരുമാനിക്കുന്നത്. എല്ലാം RSS തീരുമാനിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതൊരു മതനിരപേക്ഷ രാജ്യമാണ്, ബഹുസ്വരതയുള്ള രാജ്യമാണ്. വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, വിവിധ രൂപത്തിലുള്ള വസ്ത്രധാരണ രീതികൾ, വ്യത്യസ്ത രൂപത്തിലുള്ള ഭക്ഷണശീലങ്ങൾ, സംസ്കാരങ്ങൾ, കല എല്ലാം വ്യത്യാസപ്പെട്ടു നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലെ ജനത. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ ഒരു ഭരണഘടനയും ഭരണ സംവിധാനവും ഉണ്ടാക്കിയത്. ചടങ്ങിൽ VKC മുഹമ്മദ് കോയ MLA അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു, CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ, സൂര്യ അബ്ദുൽ ഗഫൂർ, CK വിജയൻ, TP കുഞ്ഞായിൻ കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാർ മാംസവ്യാപാരത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കം ചെയ്യാൻ യോജിച്ച പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് സംഘടനകൾ. GST വന്നതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടി. നിയന്ത്രണാതീതമായ വിലക്കയറ്റത്തിൽ വലഞ്ഞത് ജനങ്ങളാണ്. ഹോട്ടൽ ഉടമകളും പ്രതിസന്ധിയിലാണ്. പ്രശ്നപരിഹാരത്തിനായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ധനമന്ത്രിയുമായി ചർച്ചയ്ക്കൊരുങ്ങുകയാണ്. കുടുംബത്തെ കൂട്ടി ഹോട്ടൽ ഭക്ഷണങ്ങളിൽ ആഹ്ലാദിച്ചിരുന്ന കോഴിക്കോട്ടുകാർക്ക് GST കണക്കിന് പ്രഹരമാണ് നൽകുന്നത്. ഇഷ്ടകേന്ദ്രങ്ങളിലെ ഭക്ഷണത്തിന് ഇപ്പോൾ GST 18%. ഒരു ശരാശരിക്കാരന്റെ കുടുംബ ബജറ്റ് താറുമാറാക്കാൻ ഇത്രയും മതി. ഹോട്ടൽ ഭക്ഷണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് നികുതിയില്ലാതായതോടെ ഭക്ഷണവില കുറയുമെന്ന് കരുതിയ സംസ്ഥാനത്താണ് വില കുതിച്ചുയർന്നത്. ഭക്ഷണത്തിന് ഹോട്ടലുകൾ ഈടാക്കുന്ന വിലയിൽ 40% മാത്രമാണ് അസംസ്കൃത വസ്തുക്കൾക്കും മറ്റുമായി ചെലവാക്കുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ബാക്കി 60% വാടക, തൊഴിലാളികളുടെ വേതനം, കറന്റ് ചാർജ് അടക്കമുള്ളവയ്ക്ക് ചെലവാകുന്ന പണമാണ്. ഇതിൽ കുറവ് വരാത്തതിനാൽ ഭക്ഷണ ബില്ലിൽ കുറവുണ്ടാകില്ലെന്നും അവർ പറയുന്നു. അസംസ്കൃത വസ്തുക്കൾക്ക് വില കുറച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു സാധനത്തിനും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹോട്ടലുകളിൽ കാര്യമായി ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങൾക്കും വില കുറയുമില്ല. വളരെ ചുരുക്ക സാധനങ്ങൾക്ക് മാത്രമേ ഹോട്ടലുകൾ ഉപയോഗിക്കുന്നതിന് ടാക്സ് ഉള്ളൂ. അത് മാറ്റിയതും അതുപോലെ തന്നെ അൺബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മിക്ക ഹോട്ടലുകളും, ബ്രാൻഡുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കുറവും ഹോട്ടലുകാർക്ക് കിട്ടുന്നില്ല. ഇതിനു പുറമെയാണ് ശീതീകരിച്ച ഹോട്ടലുകൾക്ക് 18% നികുതിയും 75 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ള non-AC ഹോട്ടലുകൾക്ക് 12% നികുതിയും ഏർപ്പെടുത്തിയത്. നഗരത്തിൽ ഒട്ടുമിക്ക ഹോട്ടലുകൾക്കും 75 ലക്ഷം രൂപയിൽ മുകളിൽ വിറ്റുവരവുണ്ട്. അതുകൊണ്ട് തന്നെ non-ACയിൽ ഇരുന്നു കഴിച്ചാൽ പോലും 12% നികുതി നൽകണം. സർക്കാരിന് കൃത്യമായി കണക്കു നൽകുന്ന ഹോട്ടലുകളിൽ ഇനിമേൽ ആളു കയറുന്നത് കുറയുമോ എന്ന ആശങ്കയിലാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. AC non-AC ഏകീകരിക്കുന്നതിനെക്കാട്ടും ആദ്യം ചെയ്യേണ്ടത് ഹോട്ടൽ മേഖലയെ 3 തട്ടുകളാക്കി തിരിച്ചതിനെ ഏകീകരിക്കുക വേണ്ടത്. അതായത് ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ടേൺ ഓവർ കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിൽ കച്ചവടം കൂടും. നല്ല ഭക്ഷണം കഴിക്കുമ്പം ടാക്സ് കൂടുതൽ വേണം. അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് ടാക്സ് വേണം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. 20 ലക്ഷത്തിൽ താഴെ വാർഷിക വിറ്റുവരവുള്ള ഹോട്ടലുകൾക്ക് GST ബാധകമല്ല. കള്ളക്കണക്കുണ്ടാക്കുന്നവർക്ക് ഇത് പ്രോത്സാഹനമാണെന്നും
GSTയുടെ ആദ്യ ദിവസങ്ങളിൽ ഹോട്ടലുകളിൽ മാന്ദ്യം അനുഭവപ്പെട്ടെന്നും അവർ പറയുന്നു. നഗരത്തിലെ ഹോട്ടലുകളിൽ AC ഉണ്ടെന്നതിന്റെ പേരിൽ മാത്രമാണ് 18% നികുതി വാങ്ങുന്നത്. സോഫ്റ്റ്വെയർ ഇല്ലാത്തതിന്റെ പേരിൽ ചില ഹോട്ടലുകൾ നികുതി ഇതുവരെ ഈടാക്കിയിട്ടില്ല. നികുതി ഈടാക്കാത്ത ദിവസങ്ങളിലെ വിറ്റുവരവ് ഏതു കണക്കിൽ കാണിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. സംഘടനാ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഭാവി പരിപാടികൾ. ഈ വർഷത്തെ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയ്ക്ക് നൽകും. ഓഗസ്റ്റ് 26-ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗൾഫ് മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ പ്രവാസി ദോഹയുടെ 23ാമത് ബഷീർ പുരസ്കാരം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയ്ക്ക് നൽകാൻ MT വാസുദേവൻ നായർ ചെയർമാനായ ജൂറി തീരുമാനിച്ചു. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ 60ാം വർഷത്തിൽ വജ്രമലയാളത്തിന്റെ സവിശേഷ നേട്ടങ്ങളെ വിലയിരുത്തിയാണ് 4 വർഷം മുമ്പ് സ്ഥാപിതമായ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വർഷത്തെ ബഷീർ പുരസ്കാരം തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് സമർപ്പിക്കുവാൻ ജൂറി തീരുമാനമെടുത്തത്. ഇതുവരെ വ്യക്തികൾക്ക് നൽകിയിരുന്ന ബഷീർ പുരസ്കാരം ആദ്യമായാണ് ഒരു സ്ഥാപനത്തിന് നൽകുന്നത്. 50,000 രൂപയും നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. മലയാളം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പഠനത്തിൽ മികവ് കാട്ടുന്ന സമർത്ഥനായ ഒരു വിദ്യാർത്ഥിക്കുള്ള MN വിജയൻ സ്മാരക എൻഡോൾമെന്റ് സ്കോളർഷിപ്പും പുരസ്കാരത്തോടൊപ്പം വിതരണം ചെയ്യും. 2017 ആഗസ്റ്റ് 26 ശനിയാഴ്ച തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് 23ാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാര വിതരണ ചടങ്ങ് നടക്കും. പുരസ്കാരത്തിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിദ്ധിയിലോ ഒന്നല്ല കാര്യം. ബഷീർ പുരസ്കാരം എന്നത് കഴിഞ്ഞ 22 വർഷമായിട്ട് തുടർച്ചയായിട്ട് യാതൊരു മുടക്കവും കൂടാതെ പ്രവാസി ദോഹ നടത്തി വരുന്നതാണ്. ഒരു ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ തുറമുഖത്തെ കണ്ടെയ്നർ ഇറക്കുമതി തിങ്കളാഴ്ച പുനരാരംഭിച്ചു. കൂലി സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 1 മാസമായി തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കുമതി പ്രതിസന്ധിയിലായിരുന്നു. കൂലി തർക്കത്തെ തുടർന്ന് മുടങ്ങിയ ബേപ്പൂർ തുറമുഖത്തെ കണ്ടെയ്നർ ഇറക്കുമതി തിങ്കളാഴ്ച പുനരാരംഭിച്ചു.
കളക്ടർ UV ജോസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ അനുരഞ്ജന ചർച്ചയിൽ മന്ത്രിതല ഇടപെടലിലൂടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാമെന്നതാണ് ഒത്തുതീർപ്പ് ധാരണ. കൂലി സംബന്ധിച്ചോ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കുമതി പ്രതിസന്ധിയിലായിരുന്നു. നിലവിൽ 249 രൂപയാണ് ഒരു കണ്ടെയ്നർ ഇറക്കുന്നതിനുള്ള കൂലി. ഇത് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. കഴിഞ്ഞ മാസം 21-ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും 30-ന് കലക്ടറുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട്ടും ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനത്തിലെത്തിയില്ല. ഇറക്കുമതി തർക്കം തുടരുന്ന ഷിപ്പിംഗ് കമ്പനികളെയും ചരക്കെത്തിക്കുന്ന വ്യാപാരികളെയും പിറകോട്ടടുപ്പിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടു. കണ്ടെയ്നർ ഇറക്കുന്നതിന് ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം തേടുന്നതടക്കമുള്ള നടപടിയുമായി അധികൃതർ മുന്നോട്ടുപോയി. ഗ്രേഡ് സി വേമ്പനാട് കപ്പൽ എത്തിയപ്പോൾ സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തുറമുഖത്തെത്തുകയും ചെയ്തു. അവസാന ശ്രമമെന്ന നിലയിൽ കലക്ടർ തൊഴിലാളികളുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് പ്രശ്നം രമ്യതയിലെത്തിയത്. വ്യാപാരികൾ നേരത്തെ ബുക്ക് ചെയ്ത 50 കണ്ടെയ്നറുകൾ ഇറക്കാൻ സാഹചര്യമൊരുക്കണമെന്ന കലക്ടറുടെ നിർദ്ദേശം തൊഴിലാളികൾ അംഗീകരിച്ചു. തുറമുഖത്തുള്ള ഗ്രേഡ് സി വേമ്പനാട് കപ്പൽ ചരക്കിറക്കി കൊച്ചിക്ക് പോയി 4 ദിവസത്തിനകം ബാക്കിയുള്ള കണ്ടെയ്നറുകളും എത്തിക്കും. ഒരാഴ്ചയ്ക്കകം തന്നെ തുറമുഖ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് കണ്ടെയ്നർ ഇറക്കുന്നതിനുള്ള കൂലി നിശ്ചയിക്കുമെന്നും ഇത് സംബന്ധിച്ച് മന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുമെന്നും പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ K. അശ്വിനി പ്രതാപ് പറഞ്ഞു. PN മേനോൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഈ മൊയ്തു മൗലവി സ്മാരക മന്ദിരത്തിൽ നടന്ന മത്സരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ഷെയർ ഉദ്ഘാടനം ചെയ്തു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയമുയർത്തിപ്പിടിച്ചാണ് PN മേനോൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ക്വിസ് മത്സരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് M. രാജൻ, NE. ബാലകൃഷ്ണ മാരാർ, V. അബ്ദുൾ റസാഖ്, ഡോക്ടർ K. ഷീല, KM. ലേഖ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സരങ്ങൾ. ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ചിത്രരചന, പ്രസംഗ മത്സരം, അനുസ്മരണ പരിപാടികൾ തുടങ്ങിയവയും മാസാചരണത്തിന്റെ ഭാഗമാണ്. ഈ മൊയ്തു മൗലവി സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾക്കും അർഹരായി. നെൽ കർഷകർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക തുക ഉടൻ ലഭ്യമാക്കണമെന്ന് കേരള നെൽ കർഷക കൂട്ടായ്മ. നെൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാർഷിക ബോർഡ് രൂപീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ നെൽകർഷകർക്ക് സിവിൽ സപ്ലൈ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ലെന്ന് കേരള നെൽകർഷക കൂട്ടായ്മ. PRS പോർട്ടിൽ വെച്ച് തന്നെ കൊടുത്തുകഴിഞ്ഞാൽ 5 ദിവസത്തിനകം പണം അക്കൗണ്ടിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 75 ദിവസം കഴിഞ്ഞിട്ടും കർഷകന്റെ പണം ലഭിച്ചിട്ടില്ല. കർഷകന് അടുത്ത 2ാം കൃഷി ഇറക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. മുഖ്യമന്ത്രിക്കും സിവിൽ സപ്ലൈ ഓഫീസർക്കും കൃഷിമന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കൃഷി ഇറക്കിയപ്പോൾ വിളവെടുപ്പിന് പണം ഉടനെ ലഭിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞത്. പക്ഷേ 75 ദിവസമായിട്ടും കർഷകരോട് സർക്കാർ വാക്കുപാലിച്ചിട്ടില്ല. ഈ നെല്ല് സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അടുത്ത 2ാം കൃഷിയുടെ വിളവ് ഇറക്കിക്കഴിഞ്ഞ് കൃഷി ചെയ്തിട്ട് 90 ദിവസം വിത നടക്കുന്ന പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നത്. അപ്പം കാർഷിക മേഖലയുടെ മൊത്തം പൈസ കിട്ടാൻ കിടക്കുന്നത് കാർഷിക മേഖല ഏറ്റവും കൂടുതൽ തകർച്ചയായി. അതിനെക്കാട്ടും ദുഃഖമായ കാര്യങ്ങൾ വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പം കർഷകരുടെ മൊക്കക്കും തൊഴിലാളികൾക്ക് വരെ ഒരു യൂണിഫോം പോയി മേടിക്കാൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടം. കർഷകരുടെ പണം, നെല്ലിന്റെ സിവിൽ സപ്ലൈ സംബന്ധിച്ച പണം കിട്ടാത്തതുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാർഷിക ബോർഡ് രൂപീകരിക്കണമെന്ന് നെൽകർഷക കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് PR സലീം കുമാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ സംഭരിക്കുന്ന നെല്ലിന്റെ വില സപ്ലൈകോ മാസങ്ങൾ കഴിഞ്ഞാണ് കർഷകർക്ക് നൽകുന്നത്. ബോർഡ് നിലവിൽ വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ നെല്ലിന്റെ വിലയും ലഭിക്കും. ഇതിനു പുറമെ പാട്ട കർഷകരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. കുട്ടനാട് പാക്കേജിന്റെ പദ്ധതികൾ ബോർഡ് വഴി പരിഹരിച്ച് നെല്ലിന്റെ സംഭരണ വില ക്വിന്റലിന് 2500 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച രാഷ്ട്രീയ സഹകരണം ഇന്ത്യയിൽ വ്യാപിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ബാലകൃഷ്ണപിള്ള. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രവർത്തക കൺവെൻഷനിലെ സ്വീകരണ ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R. ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്വീകരണം നൽകി. ഇന്ത്യൻ രാഷ്ട്രീയം നീചമായ ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങളെ ഭയാശങ്കയിലാക്കുന്ന ഭരണമാണ് കേന്ദ്രത്തിൽ.
കേരളത്തിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച രാഷ്ട്രീയ സഹകരണം ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം നീചമായ ഒരു ഭാഗത്തേക്ക് എത്തിയിരുന്നു. എന്താ നീചത്വം? ഇന്ത്യയുടെ ഒരു വിഭാഗമല്ല, കോടാനും കോടി വരുന്ന ജനങ്ങൾക്ക് ഭയാശങ്കകൾ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ കേരളത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയാകെ വളർന്നാൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ പാർട്ടി വിശ്വസിക്കുന്നത്. ജനം എന്തു ഭക്ഷണം കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സംഹിത ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രത്തെ ഇടയ്ക്ക് പറയുക, നിങ്ങൾ ഇന്ന ആഹാരം കഴിച്ചുകൊള്ളണം എന്ന് പറയുന്ന ഒരു സംഹിത എവിടെയെങ്കിലും ഉണ്ട്? ഇന്ത്യയിൽ പട്ടിയെ ഭക്ഷിക്കുന്ന സംസ്ഥാനമുണ്ട്. അവിടെ പട്ടിയെ കൊല്ലാൻ അവർക്ക് ലൈസൻസുമുണ്ട്. പശുവിനെ ആരാധിക്കുന്നതിന് താൻ എതിരല്ല. എന്നാൽ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് നിർദ്ദേശിക്കാൻ ഒരു സർക്കാരിനും ഇവിടെ അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും ക്രിസ്ത്യാനികൾ യൂറോപ്പിലേക്കും പോകണമെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു നടപടിയും എടുക്കാൻ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു സർക്കാരിനും അവകാശമില്ല. ജില്ലാ പ്രസിഡന്റ് പി വി നവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പോൾ ജോസഫ്, നജീം പാലക്കണ്ടി, സി വേണുഗോപാലൻ നായർ, കെ പി ഗോപാലകൃഷ്ണൻ, ഫിറോസ് പുളിക്കൽ, ഡോക്ടർ സാബിറ, എം ടി അനിൽകുമാർ, ലത്തീഫ് കുറുങ്ങോട്ട്, സത്യേന്ദ്രൻ എടക്കോടി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ, ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല, 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി? പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. You by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കോഴിക്കോട് ജില്ലയിലെ മടവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CM സെന്ററിൽ ആണ്ട് നേർച്ചയ്ക്ക് ജൂലൈ 5-ന് തുടക്കമാവും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി നീറ്റ് എക്സാമിൽ ഉന്നത റാങ്ക് നേടിയ പ്രതിഭകളെ അനുമോദിക്കും. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് സയ്യിദ് സക്കറിയൽ ബുഖാരി വൈലത്തൂരിന്റെ നേതൃത്വത്തിൽ മക്കാം സിയാറത്ത് നടക്കും. 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സയ്യിദ് സബൂർ ബാഹസൻ പ്രാർത്ഥന നിർവഹിക്കും. SMA സംസ്ഥാന പ്രസിഡന്റ് KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മതപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ഷാദുലി റാത്തീബ് നടക്കും. 7 മണിക്ക് സയ്യിദ് അബ്ദുൽ ഫത്താഹ് തങ്ങൾ ആവേലത്തിന്റെ അധ്യക്ഷതയിൽ മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ മതപ്രഭാഷണം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വൈകിട്ട് 3 മണിക്ക് CM വലിയുല്ലാഹി മുഹീബങ്ങളുടെ ഒത്തുചേരലും നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന ദുആ സമ്മേളനത്തിന് സയ്യിദ് അലി ബാക്കഫി തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കമാകും. സംസ്ഥാന പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണവും നിർവഹിക്കും. കാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ സേവനങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി
ഇന്ന് നമ്മുടെ നാടുകളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ക്യാൻസർ പോലത്തെ അർബുദ രോഗങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയുള്ള പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് ഒരു അത്താണിയായി എന്നോണം പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാൻസർ വൃക്ക രോഗികൾക്കുള്ള ധനസഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നേർച്ചയുടെ ഭാഗമായി നടക്കും. കായിക മേഖലയിൽ രാജ്യത്തിന്റെ അന്തസ്സുയർത്താൻ രൂപം നൽകിയ മലബാർ സ്പോർട്സ് അക്കാദമിയെ അൽ മുർഷിദി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നു. വിവിധ ജീവകാരുണ്യ മേഖലകളിൽ സജീവമായ ഫൗണ്ടേഷൻ ആദ്യമായാണ് ഒരു സ്പോർട്സ് അക്കാദമിയുടെ ടൈറ്റിൽ സ്പോൺസർ ആവുന്നത്. മലയോര മേഖലയിലെ പുതുനാമ്പുകളിലെ കായിക കരുത്തിന് പിന്തുണ നൽകാൻ കോഴിക്കോട് പുല്ലൂരാമ്പാറ ആസ്ഥാനമായി 2003 മലബാർ സ്പോർട്സ് അക്കാദമി രൂപം കൊണ്ടത്. ഇതിനകം നിരവധി താരങ്ങൾ അക്കാദമിയുടെ പിന്തുണയോടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ജൂണിൽ പാരീസിലെ നാൻസിയിൽ വെച്ച് നടന്ന ലോക സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ അക്കാദമിയിലെ അപർണ റോയ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. ഈ മാസം കെനിയയിലെ നെയ്റോബിയിൽ നടക്കുന്ന ലോക യൂത്ത് മീറ്റിൽ അക്കാദമിയിലെ തന്നെ ലിസ്ബത്ത് കരോളിൻ ജോസഫ് ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നുമുണ്ട്. കായിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനത്തിലെ 28 കുട്ടികൾക്ക് വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇതിനകം ജോലി ലഭിച്ചിട്ടുണ്ട്. 7 അന്തർദേശീയ താരങ്ങളെ സ്ഥാപനം ഇന്ത്യക്ക് സമർപ്പിച്ചു. അത്ലറ്റിക്സിൽ ടോമി ചെറിയാന്റെ നേതൃത്വത്തിൽ 66 കുട്ടികളും വോളിബോളിൽ ടി ജോസഫിന്റെ നേതൃത്വത്തിൽ 30 കുട്ടികളുമാണ് ഇവിടെ പരിശീലനം തേടുന്നത്. ആദ്യത്തെ ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകുകയാണ്. അതിന് പകരം ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ, സ്കൂളുകളുടെ മാനേജ്മെന്റ് ഒരു ശക്തമായ രീതിയിൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്നുണ്ട്. തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ, മലബാർ സ്പോർട്സ് അക്കാദമി ചെയർമാൻ പി ടി കുര്യൻ, ചീഫ് കോച്ച് ടോമി ചെറിയാൻ, അൽ മുർഷിദി ഫൗണ്ടേഷൻ MD CK മുഹമ്മദ് ഷാഫി, AK ഫൈസൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനവിനെതിരെ സമരം നടത്തിയ നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KSU കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്ക്. ബഹുസ്വരത സംരക്ഷിച്ചെങ്കിൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂവെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മാംസവ്യാപാര സംരക്ഷണ സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട്ട്. GSTയിൽ വലഞ്ഞ ജനങ്ങൾ. ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് നൽകേണ്ടത് ഇരട്ടി വില. മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് അർഹത നേടി മലയാള സർവകലാശാല. ഓഗസ്റ്റ് 26 തിരൂർ തുഞ്ചൻ പറമ്പിൽ അവാർഡ് സമർപ്പണം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.